എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതാ വളപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ചെമ്പരത്തിപ്പൂവാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സിലെ ഒരു ഇൻഗ്രീഡിയൻസ്. ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാനെന്തായാലും ചെമ്പരത്തിപ്പൂ പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വാടി നിലത്ത് വീണത് നമുക്ക് എടുക്കാം. നല്ലോണം കഴുകിയെടുത്താൽ മതി. ഇതേപോലെ നിൽക്കുന്നതും നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. താരം പോവാനും മുടി കൊഴിച്ചിൽ മാറ്റാനും അതേപോലെ തന്നെ തലയിലുണ്ടാകുന്ന കുരുക്കൾ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെമ്പരത്തി കിട്ടുമോ അത്രയും ചെമ്പരത്തി നിങ്ങൾ പൊട്ടിച്ചോ. ഇല വേണ്ട കേട്ടോ. പിന്നെ ഈ ചെമ്പരത്തി തന്നെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഏതാ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തോളൂ കേട്ടോ. ഞാനിവിടെ കിട്ടാവുന്നതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-11 ചെമ്പരത്തിപ്പൂ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു വൃത്തിയുള്ള പാത്രം എടുത്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് അതിലേക്ക് പൊട്ടിച്ചിടുകയാണ്. ഇങ്ങനെ ചെയ്യണത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് നന്നായിട്ടൊന്ന് നല്ല ഇഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ പിഴിയുമ്പോഴൊക്കെ നല്ലോണം ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നാം. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഞെരടാനും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് വൃത്തിക്ക് കഴുകിയെടുക്കാണ് കേട്ടോ വേണ്ടത്. അതിൽ വല്ല പാറ്റയോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ലോണം വൃത്തിക്ക് ഒന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്തോളൂ. ഇപ്പോൾ നിലത്തു നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള നിലമാണെങ്കിൽ മാത്രം അവിടെ നിന്ന് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മീനിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഇടണതോ അല്ലെങ്കിൽ ഒഴിക്കണതൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ്. അതിനുശേഷം AVT ചായപ്പൊടി ഞാൻ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ടീസ്പൂൺ ഇല്ലെങ്കിൽ സാധാ ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. 1 സ്പൂണൊന്നും വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്, ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഞാൻ 1 ടീസ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉലുവ ഒരുപാട് കൂടുതൽ ഇടരുത് കേട്ടോ, 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് ഒരു സബോളയും കൂടി ചേർക്കുന്നുണ്ട്. അത് വളരെ ചെറിയ സബോളയാണ്. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ചെയ്യാം. അതായത് നമ്മുടെ ചായപ്പൊടി, ഉലുവ, ചെമ്പരത്തിപ്പൂവ് ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ചെയ്യാവുന്നതാണ്. സബോള പറ്റാത്തവർ സബോള ഒഴിവാക്കിക്കോളൂ. ഞാനത് ആഡ് ചെയ്യണമെന്ന് പറയില്ല. പക്ഷേ സബോള ഉപയോഗിക്കാൻ പറ്റുന്നവർ നിർബന്ധമായിട്ട് സബോള ഉപയോഗിക്കണം. കാരണം ഈ ഒരു സബോളയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ 10 മടങ്ങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുക. അതായത് നമ്മുടെ തലയോട് നല്ല ക്ലീൻ ആവും. അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നം നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ആ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ആ ഒരു 2 ആഴ്ചയിൽ നിങ്ങൾക്ക് വരില്ല. താരം പൂർണ്ണമായിട്ട് മാറുന്നൊരു സാധനമല്ല, നമുക്ക് ശമിപ്പിക്കാനേ പറ്റുള്ളൂ. അത് നമ്മുടെ സ്കിന്നിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. ഡെഡ് സെല്ലുകൾ റിമൂവ് ചെയ്ത് പോവാന്ന് പറയുന്നത്. അത് ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിലാണ് അത് നമുക്ക് രോഗമായിട്ടും അല്ല ഒരു പ്രശ്നമായിട്ടൊക്കെ മാറുന്നത്. അതൊരു മുടി കൊഴിച്ചിലേക്ക് പോകും. അതേപോലെ തന്നെ തലയിൽ ചൊറിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹെയർ കെയർ മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് പൊന്തണം. നന്നായി തിളച്ച് പൊന്തി ആ ചെമ്പരത്തിപ്പൂവൊക്കെ നന്നായി വെന്ത് നമ്മുടെ സബോളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടിയ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞ് നമ്മുടെ കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയുള്ളൊരു പാത്രം എടുത്തിട്ട് ആ ഒരു തുണി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതേപോലെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അതേപോലെ തന്നെ അടഞ്ഞു പോയിട്ടുള്ള സുഷിരങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് പുതിയ മുടികൾ കിളിർക്കാനും നമ്മുടെ തലയോട്ടിലുണ്ടാവുന്ന ഈ അമിതമായിട്ടുള്ള ചളിയും അഴുക്കൊക്കെ ഇരുന്നിട്ട് നമ്മുടെ തലയോട്ടിന് വല്ല ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ ചായപ്പൊടിക്ക് കഴിവുണ്ട് കേട്ടോ. പിന്നെ പല കഴിവുകളും ഉണ്ട്, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല എന്നേ ഉള്ളൂ. നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ ഇപ്പോൾ നരച്ചു പോയിട്ടുള്ള മുടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ ചായപ്പൊടി എന്ന് പറയുന്നത്. എണ്ണ തേച്ച് ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് നമ്മുടെ തലയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എന്ത് നിങ്ങൾ തലയിൽ തേക്കുകയാണെങ്കിലും നന്നായി മുടി ആദ്യം കൈകൊണ്ട് വേറെടുക്കുക, എന്നിട്ട് നമ്മുടെ ചീർപ്പ് കൊണ്ട് വേറെടുക്കുക, എന്നിട്ട് നന്നായിട്ട് എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കുക. മുടിയിലും തലയുടെ വീട്ടിലൊക്കെ എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഹെയർ കെയർ ടിപ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ തലയിൽ ചളി ഇളക്കുന്ന ദിവസമാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് നല്ലോണം കുളുക്കനെ എണ്ണ തേച്ചിട്ടുള്ള ദിവസമാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ.
അപ്പോൾ അത്രയും നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് നല്ലോണം തലയിൽ എണ്ണ തേച്ച് ഷാമ്പു ഇടുന്ന ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഇഫക്റ്റാണ് ഉണ്ടാവുക. മുടി ഭയങ്കരമായിട്ട് സിൽക്കി ആയ പോലെ നിങ്ങൾക്ക് തോന്നും. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് തിളങ്ങണ പോലത്തെ ഒരു ഫീലിങ്ങും നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്തേക്കാണ്. നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ മേടിച്ചിട്ടുള്ളവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്ത് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം നല്ലോണം തലയുടെ ബാക്കിലൊക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തേക്കുകയാണ്. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 10-20 മിനിറ്റോളം മാത്രം നിന്നാൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തല നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഷാമ്പു യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യരുത്. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ. ഇത് നമ്മൾ തിളപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യണത്. കൂടുതൽ പേർക്കും ജലദോഷം, തലവേദന അല്ലെങ്കിൽ നീരിറക്കം ഇതൊക്കെ വരുന്നത് കൊണ്ട്, നമ്മുടെ കൊറോണയുടെ ഒരു കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഇപ്പോഴും വരുന്നത് കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എപ്പോഴും തിളപ്പിച്ചാറിയ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും കാണിക്കാറുള്ളത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ കെയർ മെത്തേഡുകൾ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവരും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു ഹെയർ കെയർ മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് നോക്കുക. ഉള്ള മുടി നന്നായിട്ട് സംരക്ഷിക്കുക. അതിന് കേടുപാടൊന്നും കൂടാതെ നമ്മൾ എപ്പോഴും മുടി കെയർ ചെയ്താലാണ് നമുക്ക് മുടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും അതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ മുടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉള്ളവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. മെയിനായിട്ട് നമ്മുടെ ഫുഡും നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും എക്സസൈസും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഹെയർ കെയർ മെത്തേഡുകളും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ നമുക്കത് മാറ്റിയെടുക്കാനും അത് നമ്മുടെ പഴയ മുടി ഒരു പരിധി വരെ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എപ്പോഴും നല്ല കെമിക്കൽസ് ഒന്നും അടങ്ങാത്ത നല്ലൊരു എണ്ണ ആയിരിക്കണം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും, ഏട്ടനറിയാവുന്ന കാര്യങ്ങൾ ഏട്ടനും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കും. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകി കളയാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ, ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.